പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അനന്തപുരിയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ വരവ് വെറുതെയല്ല. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJP പിടിച്ചെടുത്താൽ 45 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും നഗര വികസന രേഖ പ്രഖ്യാപിക്കുമെന്നുമാണ് BJP പ്രകടന പത്രികയിലടക്കം പറഞ്ഞിരുന്നത്. ആ വാക്ക് BJPയും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഇതാ പാലിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും പാർട്ടിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അഭിനന്ദനം അർഹിക്കുന്നു, കയ്യടി അർഹിക്കുന്നു. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വളരെ ടൈറ്റ് ഷെഡ്യൂളിനിടയ്ക്കും തിരക്കു പിടിച്ച പരിപാടികൾക്കിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു അല്പസമയത്തേക്കെങ്കിലും തിരുവനന്തപുരം നഗരത്തിലെത്തിക്കാനും ഈ നഗര വികസന രേഖ അദ്ദേഹത്തെ കൊണ്ട് പ്രഖ്യാപിക്കാനും BJPക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും അവരുടെ സംഘാടക മികവിനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ എൻ്റെ ഒരു സംശയം, വെറും ഒരു നഗര വികസന രേഖ പ്രഖ്യാപിക്കാനാണോ പ്രധാനമന്ത്രി ഈ തിരക്കു പിടിച്ച പരിപാടികൾക്കിടയിൽ ഇവിടെ വരുന്നത്? വരാൻ പോകുന്ന ഈ 23-ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി ഒരു പൊതു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം മധുരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. അവിടെ ആ പരിപാടി നടത്തിയതിനു ശേഷം, അത് പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം മടങ്ങുന്ന വഴി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് BJP ഒരുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ഇതുവരെയുള്ള ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കേവലം ഒരു നഗര വികസന രേഖ പ്രഖ്യാപിക്കലാണോ പ്രധാനമന്ത്രിയുടെ ദൗത്യം? അല്ല, മറിച്ച് അദ്ദേഹം മറ്റൊരു സുപ്രധാന ദൗത്യവും കൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് വ്യക്തമാണ്. മറ്റൊന്നുമല്ല, 3 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ സംസ്ഥാന നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുകയാണ്, തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തീർച്ചയായിട്ടും BJP വലിയ ലക്ഷ്യങ്ങളോടെ, വലിയ പ്രതീക്ഷയോടെ, വലിയ സ്വപ്നങ്ങളോടെയാണ് ഈ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. BJPക്ക് കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. എത്ര സീറ്റുകൾ ജയിക്കണം, അതെവിടെയൊക്കെ ആയിരിക്കണം, ഏതൊക്കെ നേതാക്കൾ മത്സരിക്കണം തുടങ്ങി എല്ലാ കാര്യത്തിലും വ്യക്തമായ ആസൂത്രണം BJPക്കുണ്ട് എന്ന് നമുക്കറിയാം. മറ്റ് 2 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് LDF ആകട്ടെ, UDF ആകട്ടെ. ഇവിടെ BJP നേതൃത്വത്തിലുള്ള NDA അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അതിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം കൃത്യമായിട്ടും BJPയുടെ നേതൃത്വത്തിൽ NDA സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കൃത്യമായിട്ടും ഫുൾ ടൈമേഴ്സിനെ, പ്രഭാരിമാർ എന്നവർ പറയും, ആ ഫുൾ ടൈമേഴ്സിനെ, മുഴുവൻ സമയ പ്രവർത്തകരെ, നേതാക്കളെ അവർ മണ്ഡലങ്ങളിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞു. ഈ BJPയുടെ മിഷനറി നമുക്കറിയാം. BJPക്ക് വളരെ കൃത്യമായി താഴെ തട്ടിൽ വരെ, ബൂത്ത് ലെവലിൽ വരെ പ്രവർത്തിക്കാൻ പ്രവർത്തകരുണ്ട്. ശക്തമായ ഒരു മിഷനറിയാണ് BJPക്കുള്ളത്. എല്ലാറ്റിനുമുപരി BJPയുടെ പുറകിൽ RSS പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. RSSന്റെ സംഘടനാ സംവിധാനവും സംഘടനാ മികവും ഞാൻ ഇനി ആവർത്തിച്ച് അതിൻ്റെ മഹിമ കുറച്ചു കളയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ മികവും നേട്ടവും ഉണ്ടാകാതിരിക്കുമോ? അവിടേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ക്രൗഡ് പുള്ളർ കൂടിയായ, തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഇന്നും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ജനഹൃദയങ്ങളിൽ അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി തുടരുന്ന, നിലകൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്. നോക്കൂ, കൃത്യമായി അജണ്ട വളരെ വ്യക്തമാണ്, ആസൂത്രണം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, BJPയുടെ രാഷ്ട്രീയ ചാണക്യൻ, ആസൂത്രണങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ശ്രീ അമിത് ഷാ
കേരളത്തിൽ വന്നിട്ട് പോയത്, തിരുവനന്തപുരത്ത് വന്നിട്ട് പോയത്. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJPക്ക് കിട്ടുമെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഞാൻ ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കും എന്ന് സങ്കല്പിച്ചിരുന്നു. അത് നിറവേറ്റാനാണ് തിരുവനന്തപുരത്ത് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, BJP മർമ്മമറിഞ്ഞു കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിൽ BJPക്കുള്ള ശക്തമായ വേരോട്ടം എതിർ രാഷ്ട്രീയ പാർട്ടികൾ പോലും സമ്മതിക്കുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അങ്ങനെയുള്ള BJP കൃത്യമായ ആസൂത്രണങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ചാണക്യൻ ആഭ്യന്തരമന്ത്രി കൂടെയായ അമിത്ഷാ തിരുവനന്തപുരം സന്ദർശിച്ച് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇതാ നമ്മുടെ പ്രധാനമന്ത്രിയും BJPയുടെ തരംഗം, താമര തരംഗം രാജ്യത്ത് ഇപ്പോഴും അലയടിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരുവനന്തപുരത്ത് വരുന്നു. ലക്ഷ്യം തിരുവനന്തപുരം ജില്ലയിലെ പരമാവധി മണ്ഡലങ്ങൾ BJPക്ക് വേണ്ടി നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് BJPയുടെ അജണ്ട, നരേന്ദ്രമോദിയുടെ വരവിന് പിന്നിലെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP വിവിധ നിയോജക മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ BJP 1ാമതായിരുന്നു. നാമമാത്രമായ വോട്ടുകൾക്ക് 2ാം സ്ഥാനത്തായിപ്പോയ മണ്ഡലങ്ങളും ഉണ്ട്. അങ്ങനെ BJPയുടെ ശക്തമായ വേരോട്ടമുള്ള, RSSന് ശക്തമായി സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. ആ ജില്ല പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് തലസ്ഥാന ജില്ല കൂടിയാണ്. ആ തലസ്ഥാന ജില്ല ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. 1984 ഇന്ദിര മരിച്ചതിന് ശേഷം നടന്ന ആ ഇന്ദിര അനുകൂല തരംഗം, സഹതാപ തരംഗം അലയടിച്ചു നിന്ന കാലത്ത് പോലും തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കേരളവർമ്മ രാജ 1,10,000 വോട്ടുകൾ നേടി രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിച്ചിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള BJPയുടെ ചരിത്രം, സംഘപരിവാറിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമാകും തിരുവനന്തപുരം ജില്ലയിൽ അവർക്കുള്ള മേൽക്കൈ. ഇതിതാ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ആ തരംഗത്തെ ശക്തിപ്പെടുത്തുകയാണ്, ആ തരംഗത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇത് നമ്മൾ മുമ്പ് കണ്ടത് തൃശ്ശൂരിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി 4 തവണയാണ് തൃശ്ശൂരിൽ വന്നിട്ട് പോയത്. RSSന്റെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മിഷണറി കൂടി ചേർന്നപ്പോൾ തൃശ്ശൂരിൽ BJPക്ക് വൻ നേട്ടമുണ്ടായി. BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി അവിടെ 75 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചു കയറി ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുമാണ്. അതുപോലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ BJP വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ തിരുവനന്തപുരത്ത് വന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ട സാമാന്യ ബുദ്ധി മാത്രം മതി.